CPI മുറുവാശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയും കണ്ടക്ടറുമായ MP ദിവാകരനെ ആക്രമിച്ച പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യവുമായി CPI കുന്നുമ്മൽ ലോക്കൽ കമ്മിറ്റി വടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഡിസംബർ 31 രാവിലെ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കണ്ടക്ടറും CPI മുറുവാശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയുമായ MP ദിവാകരനെ വളരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ദിവാകരൻ ദിവസങ്ങളോളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പ്രതിയെ അന്വേഷിച്ച് കണ്ടെത്താൻ വടകര പോലീസിന് കഴിഞ്ഞിട്ടില്ല. റൂറൽ SP EK വിജയൻ MLAയുടെ നേതൃത്വത്തിൽ CPI നേതാക്കൾ 1.5 മാസം മുമ്പ് നിവേദനം നൽകിയിരുന്നു. സംഭവം നടന്നിട്ട് 2 മാസം പൂർത്തിയായിട്ടും പ്രതികളെ കണ്ടെത്താത്തതിൽ പ്രതിഷേധവുമായാണ് CPI CI ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. CPI കുന്നുമ്മൽ ലോക്കൽ കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ദിവാകരനാണെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണ്. നാട്ടിലെ എല്ലാ നല്ല കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, സാധാരണ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി അദ്ദേഹം ബസ് കണ്ടക്ടർ ജോലി ചെയ്യുന്നു. അദ്ദേഹമാണെങ്കിൽ പല അസുഖങ്ങൾക്ക് വിധേയനായ ആളാണ്. ഹൃദയ സംബന്ധമായി ആൻജിയോപ്ലാസ്റ്റി 2 തവണ ചെയ്ത ആളാണ്. ഇപ്പോഴും കൃത്യമായി മെഡിക്കൽ കോളേജ് പോയി ഡോക്ടറെ കണ്ട് മരുന്ന് എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്ന ഒരു സഖാവാണ് സഖാവ് ദിവാകരൻ. അത്തരമൊരു ദിവാകരനോടാണ് വളരെ ക്രൂരമായ ഈ സംഭവം ഉണ്ടായത്. സ്വാഭാവികമായും പോലീസിൽ നിന്ന് ഒരു പൗരനെ, അവരുടെ ജീവനെ, സ്വത്തിനെ എല്ലാം സംരക്ഷണം നൽകാനുള്ള ബാധ്യത സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റിന്റെ ബാധ്യത നിർവഹിക്കുന്ന പോലീസാണ്. ആ പോലീസ് ഇത്തരം അക്രമം ഉണ്ടാകുമ്പോൾ അവരെ പിടികൂടുക എന്നുള്ള കാര്യം പോലീസ് നിർവഹിക്കണമെന്ന് നിർവഹിച്ചില്ല. 2 മാസമായി. ഞങ്ങൾക്ക് പ്രതിയെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ പോലീസിന്റെ ആവശ്യമില്ലല്ലോ. പ്രതി ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ പിന്നെ പോലീസ് അന്വേഷണത്തിന്റെ കാര്യമില്ലല്ലോ. 6:15 മണിക്ക് നേരം വെളുക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. സ്വാഭാവികം എന്തെല്ലാം കേസുകൾ പോലീസ് തെളിയിക്കുന്നുണ്ട്, ആരെയെല്ലാം പിടികൂടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ് കേരളത്തിലെ പോലീസ്. കുറ്റാന്വേഷണത്തിൽ ഏറ്റവും ശാസ്ത്രീയമായ അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തി കോടതിയിൽ പ്രതികളെ ഹാജരാക്കുന്ന, പ്രതികൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ് കേരളത്തിലെ പോലീസ്. ആ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസമുണ്ട്, ദിവാകരന് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത്. പക്ഷെ 2 മാസമായിട്ടും ഈ അന്വേഷണം എങ്ങോട്ട് പോകുന്നില്ല. അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പ്രക്ഷോഭത്തിന് നിർബന്ധിതമായാണ്. T സുരേന്ദ്രൻ അധ്യക്ഷനായി. റീന സുരേഷ്, C രാമകൃഷ്ണൻ, VV പ്രഭാകരൻ, K ചന്ദ്രമോഹനൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിന് MP കുഞ്ഞിരാമൻ, ഹരികൃഷ്ണ, CP ബാലൻ, VP നാണു, റീജ അനിൽ, P ഷർമിള, P ലീല, CC രവീന്ദ്രൻ, TP രാജീവൻ, വിവേക് മുറുവാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി.